ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിലീപിൻ്റെ ബബ്ബബ്ബ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഗൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദിലീപ് ഒരു പടം ആയിട്ട് വരുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ആ പടം പൊട്ടപ്പടാണ് നല്ല രീതിയിൽ വരുത്തി തീർക്കുക എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ബബ്ബബ്ബ മൂവിയിലും അതിൽ ലാലേട്ടനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ ദിലീപിൻ്റെ പടം ദിലീപ് അതിലുള്ളത് കൊണ്ട് ആ പടം പൊട്ടപ്പടം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് തോന്നുന്നത്. ഞാൻ അതിൻ്റെ ഒരു കാര്യം വിട്ടു, ദിലീപ് അത് കൃത്യമായിട്ട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സംഗതി വന്നിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾ സിനിമയെ കീറി മുറിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇതൊരു പൊട്ടപ്പടമായിരിക്കും. ഡബ്ഡ് ബാൻഡോ? എവിടെ ഡബ്ഡ് ബാൻഡ്? ഇല്ലടാ. ദിലീപിൻ്റെ പടം ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ സിനിമേനെ കീറി മുറിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ ഇതൊരു നല്ല പടമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, ഒരു പൊട്ടപ്പടമായിട്ട് തന്നെ തോന്നുള്ളൂ. അത് കൃത്യമായിട്ട് ആ സിനിമയുടെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സിനിമയാണ്, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു മെസ്സേജും കോപ്പൊന്നുമില്ല കേസ്. അപ്പോൾ ബബ്ബബ്ബ എന്നുള്ള മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ടൈം പാസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സാധനമാണ്, ഒരു പാക്കേജാണ് ബബ്ബബ്ബ എന്നുള്ള മൂവി. അതിന് ആ സ്പിരിറ്റിൽ കണ്ടാൽ മതി. പക്ഷെ എന്നാലും ഇവിടെ ആളുകൾ എന്താണെന്ന് വെച്ചാൽ, ദിലീപിൻ്റെ പടം പേട്ടൻ്റെ തിരിച്ചുവരവ് ഉണ്ടയാണ്, പൊട്ടപ്പടമാണ്, നാറിപ്പൊളിച്ചു കണ്ടാറടങ്ങി എന്നുള്ള രീതിയിലാണ് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കാര്യം പലരും പറയുന്നുണ്ട്, ദിലീപിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ദിലീപിൻ്റെ പടം എൻജോയബിളായ മൂവിയാണെന്ന് ആളുകൾ റിവ്യൂ ചെയ്യണത്. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് ഇങ്ങനെ ഒരു സാധനമായിട്ട് വരുന്നുണ്ട് കേസ്, ഇതിൻ്റെ വേർഷനായിട്ട്. ഞാനൊരു സംഭവം പറയട്ടെ കേസ്, ഈ ദിലീപിൻ്റെ ഈ പടം ബബ്ബബ്ബ എന്നുള്ള മൂവി അത് ലോജിക്കൊന്നുമില്ലാത്ത സിനിമയാണെന്ന് അവർ പോസ്റ്ററിൽ തന്നെ കൃത്യമായിട്ടൊരു ഡിസ്ക്ലെയിമർ എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. അതിനെ മറന്നിട്ട് ഇതിൽ ലോജിക്കില്ല, അങ്ങനെയാണ്, പൊട്ടപ്പടമാണ്, വാന്താം പടമാണ്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആളുകൾ കാശ് വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ദിലീപിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഈ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പടത്തിനെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടാണ്, ഒരു സംവിധായകൻ ഉണ്ടല്ലോ, ആ സംവിധായകൻ ഒരു പടം ഇറക്കിയിട്ട് ആ പടത്തിനെ കുറിച്ച് റിവ്യൂ ചെയ്യാത്ര ഒരു ചെങ്ങായി. അപ്പോൾ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ആ ചെങ്ങായിനെ ഈ സംവിധായകൻ്റെ സുഹൃത്ത് വഴി ഒന്ന് കോൺടാക്ട് ചെയ്തു അത്രേ. എന്നിട്ട് പറഞ്ഞത് സിനിമ കണ്ട് എങ്ങോട്ട് വെച്ചിത്ര. അപ്പോൾ പറഞ്ഞത്ര സിനിമ പൊട്ടപ്പടമാണ്, ഇവർ പറഞ്ഞത്ര സിനിമ പൊട്ടപ്പടമാണ്, ഞാൻ വൈകുന്നേരം വീഡിയോ ചെയ്യേണ്ടി പറഞ്ഞിട്ട്. സിനിമ വീഡിയോ ചെയ്യണതിന് മുമ്പ് അത് 8 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തത്രേ. ഈ സിനിമയെ കുറിച്ചിട്ട് പൊട്ടപ്പടാണെന്നുള്ള രീതിയിൽ റിവ്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് 15 ലക്ഷം എത്ര വേണമെന്ന് പറഞ്ഞു ആ ദിവസം. നല്ലൊരവസ്ഥ അറിയിച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ ഇന്നത്തെ വലിയ രീതിയിൽ നിന്നുള്ളവർ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന സിനിമ റിവ്യൂവേഴ്സില്ലേ, ഇവർ ദിലീപിൻ്റെ പടം പൊട്ടപ്പടമാണെന്നുള്ളത് അത് മറ്റേ ഡിസ്ക്ലെയിമർ മറന്നുകൊണ്ട്, അതായത് ഇത് ലോജിക്കൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് എന്ന ഡിസ്ക്ലെയിമർ മറന്നുകൊണ്ട് ഇതൊരു പൊട്ടപ്പടമെന്ന് പറയുന്ന ആളുകൾ കാശ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടപരാധ മൂവിയാണ് ഇതെന്നൊക്കെ, കാട്ടപരാധം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ആളുകളുടെ ഇടയിൽ പട്ടി ഷോ കാണിച്ചിട്ട് അവരുടെ കുറേ ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു കേസ്. പിന്നെ ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും ദിലീപ് കുറ്റക്കാരെന്ന് വിശ്വസിക്കുന്ന കുറേ നാറികൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ദിലീപിൻ്റെ സിനിമ അത് പൊട്ടപ്പടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവും തോന്നുന്നു. അപ്പോൾ ഇതിനെ കുറച്ച് ഷെയറും കുറച്ച് വ്യൂസൊക്കെ കിട്ടുമല്ലോ. ദിലീപിനെ കുറ്റം പറയുന്നത് കേൾക്കാനാണ് ആൾക്ക് താല്പര്യം. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. എന്ത് ഊളകളാണ്. പിന്നെ എന്തോ ഒരു കിഴി എന്ന് പറഞ്ഞിട്ട് 2 ജന്തുക്കൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ, ദിലീപ് ആ ഓഡിയൻസിനെ അപമാനിച്ചു, അല്ലെങ്കിൽ ഓഡിയൻസിന് വില കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല എന്നിട്ട് അതാണ് എന്തെങ്കിലും വിളിച്ചു പറയുക, അതാണ് സാധനം. പരദൂഷണ കിഴി അണ്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ജന്തുക്കൾ ഇറങ്ങിയിട്ട് കേസ് സിനിമേനെ എങ്ങനെയും കാട്ടവരാതെന്ന് പറയാനും അങ്ങനെ ഫാൻസി ഡ്രസ്സ് ഇട്ട എന്തെങ്കിലുമൊക്കെ പറയാനും സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ബുദ്ധിജീവികളാണെന്ന് സ്വയം ചമഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്. ബേസിക്കലി ഒരു സിനിമ ഇറങ്ങുന്ന സമയത്തും ആ സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ടാവാണ്ടിരിക്കും, ഒരു മെസ്സേജ് ഉണ്ടാവാണ്ടിരിക്കും. ബേസിക്കലി സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സാഹിത്യം, ഓട്ടംതുള്ളൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനമാണ് ബേസ്. അപ്പോൾ അതിൽ ഈ സാഹിത്യം എന്നുള്ള തുള്ളൽ അല്ലെങ്കിൽ പറഞ്ഞ ചിത്രരചന നിലവിളി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ഒന്നൊരു കാര്യം മാത്രമല്ല, അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് സിനിമയാണ് എല്ലാം അങ്ങനെയൊന്നുമില്ല. സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ സിനിമകൾ മെസ്സേജ് ഉണ്ടായിട്ടാ, എന്തുണ്ടായിട്ടാ, അത് 100 കോടി 200 കോടി എന്നൊക്കെ ക്ലബ്ബിൽ പോകാമെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് എന്നൊരു ഫീലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഗോഡ് ഫാദറൊക്കെ മുമ്പ് 1 വർഷത്തിൽ കൂടുതൽ ഓടിയിട്ടുള്ള പടമാണെന്ന് പറയുന്നു. അത് എന്തുണ്ടായിട്ട് അത് ആ ടൈം ആ സിനിമ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ലൂസിഫർ പോലുള്ള ഇങ്ങനെ ഒരു സാധനം അല്ലല്ലോ അത്.
പക്ഷെ എന്നിട്ട് ആളുകൾ എന്തുകൊണ്ട് ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ടൈമിലുള്ള ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അല്ല ഇന്നും അതിന് വില ഉണ്ട് കേട്ടോ ഗോഡ് ഫാദറിനൊക്കെ, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞത് ദിലീപിൻ്റെ ഈ മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 250 ദിവസം തിയേറ്ററിൽ ഓടുന്നത്, 100 കോടി ക്ലബ്ബിൽ 200 കോടി ക്ലബ്ബിൽ കയറുന്ന അവകാശവാദം എന്നൊരു സാധനമല്ല. അത് അവർക്ക് നഷ്ടമില്ലാണ്ട് ലാഭം കിട്ടിക്കൊണ്ട് ആ സിനിമ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു വിജയമാണ്. പിന്നെ നമ്മളെന്തിനാണ് വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നത്? അപ്പോൾ പലരും പൃഥ്വിരാജിൻ്റെ മൂവി വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ സിനിമയുടെ 7 വരില്ലത് എന്നൊക്കെ. അതിനെന്തിനെങ്ങനെ കമ്പയർ ചെയ്യണത്? ഓരോ മൂവിക്കും അതിൻ്റേതായ ഒരു സംഗതി ഉണ്ടായിരിക്കും. പിന്നെ വേറെ കാര്യമല്ലൊക്കെ, ഇന്ന് ആരാധകരും ആസ്വാദകരൊന്നും ഇല്ലാത്ത, ഫാൻസൊന്നും ഇല്ലാത്ത സിനിമകൾക്കും കഥാപാത്രങ്ങൾക്ക് ഭാവിയിൽ നല്ലത് വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എത്രയോ സിനിമകൾ, ഇപ്പോൾ ഒന്നും വേണ്ട, ആട് എന്നുള്ള മൂവി തിയേറ്ററിൽ വമ്പം പൊട്ടപ്പടായിരുന്നു അല്ലേ, ആടല്ലേ. പിന്നീട് ഇപ്പോൾ എന്താ ഉണ്ടായത്? ഒരുപാട് ഫാൻസ് ഉണ്ട് ആ മൂവിക്ക്, ഷാജി ബാബുവിനൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവം വരികയും പിന്നെ ഇത് എല്ലാറ്റിലും മെസ്സേജ് നോക്കുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഈ 2 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് മനസ്സോർന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ഹീറോയിൻ്റെ സിനിമ കാണാനോ, പ്രത്യേകിച്ച് ഹീറോയിൻ്റെയൊക്കെ സിനിമ കാണാനൊക്കെ വേണ്ടി കയറുന്നവരായിരിക്കും. അപ്പോൾ അത് ആർക്കും ഇഷ്ടമില്ലാത്ത പടം ചിലപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഓരോരുത്തരുടെ ടേസ്റ്റൊക്കെ ഡിഫറൻ്റ് ആണ്. പിന്നെ ടേസ്റ്റ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഇഷ്ടപ്പെടുന്ന സാധനം ഇപ്പോൾ നാളെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇന്ന് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും ദിലീപിൻ്റെ ബബബ മൂവിയെ സംബന്ധിച്ച് അതൊരു പൊട്ടപ്പെടാന്ന് പറയാനൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേസ്. എന്ത് ഈ നല്ലതും ചീത്തയെന്നൊക്കെ നമ്മളാണോ? ഇപ്പോൾ ഓൺലൈൻ മീഡിയ കോടതികളായിരുന്നു. ഇയാണോ കോടതി എന്ന് പറഞ്ഞ പോലെ അല്ലേ, കോടതികളായിരുന്നു. എന്താണ് അവസ്ഥ? ഇവർ പറയുന്നതാണല്ലോ എല്ലാം ശരി. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ചില ആൾക്ക് ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളിൽ 1-2 പേരെയാണ് കാര്യമായിട്ട് ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരി ജന്തുക്കളായിട്ട് തോന്നിയുള്ളത്. അതായത് അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ണിയുടെയൊക്കെ റിവ്യൂ കണ്ടെന്ന് വെച്ചാൽ ഉണ്ണി പറയുന്നുണ്ട്, ഇതെൻ്റെ പേഴ്സണലായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കാണുക, അതുപോലെ താഴത്തുള്ള കമൻറ്റ് സെക്ഷനോടൊക്കെ നോക്കിയിട്ട് സിനിമ കാണുക, അതുപോലെ സിനിമ കണ്ടുള്ള ആളുകൾ അഭിപ്രായം പറയുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അത്രയേ ഉള്ളൂ. നമ്മൾ പേഴ്സണലായ രീതിയിലാണ് ഒരു സിനിമേനെ നമ്മൾ റിവ്യൂ പറയുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി അതിങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അതിൻ്റെ വൈബ് എന്തായിരിക്കും, പൾസ് എന്തായിരിക്കും, അല്ലെങ്കിൽ കുറിച്ചൊക്കെ സംസാരിക്കുക കഴിയുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് എമ്പതിയും കുറച്ച് തലയിൽ ആഴ്ത്താമസം സംഗതി വേണം കേസ്. അല്ലാണ്ട് ചുമ്മാ സിനിമ കാട്ടാവരാതാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പോരാ എന്നൊക്കെ പറയുമ്പോൾ അതും പോസ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ലോജിക്ക് നോക്കിയിട്ട് കാണേണ്ട ഒരു സിനിമയല്ല, അങ്ങനെ സംഭവമല്ല എന്ന്. എന്നിട്ട് അതിനെ ഇവർ അംഗീകരിക്കണില്ല. അപ്പോൾ ഇവർക്ക് സിനിമയെ കുറിച്ച് പിന്നെ എന്തുണ്ടപ്പോൾ ഇവർ അറിയണത്? അതാ മനസ്സിലാവാത്തത്. ഒരു കാര്യം പറയട്ടെ, സിനിമയുടെ ഓരോ തിയറികളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ തിയറികളും ഒക്കെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയിൽ കാര്യമായ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിൽ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവണം എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരാൾക്ക് സിനിമ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സിനിമ, മോശം സിനിമ, അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, അല്ലാണ്ട് ഇത് മോശം സിനിമയാണ് എന്ത് വെച്ചിട്ട് പറയണത്? നമ്മൾ ഒന്നിനെ മോശം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നല്ലതെന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേണ്ട. ഈ നല്ലതെന്ന് പറയുന്നത് ഫിക്സഡ് ആയ ഒരു സാധനമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടോ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയൊരു പടങ്ങളിലൊന്നാണ് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞു. ഈ ഗോഡ് ഫാദർ നല്ല പടമാണ്, അല്ലെങ്കിൽ ബിഗ് ബി പൊട്ടപ്പടമാണെന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ എന്ത് വെച്ചിട്ട് ബിഗ് ബി ഇഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ ഉണ്ടാവില്ലേ? ബിഗ് ബി പൊട്ടപ്പടമൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ചില ആളുകൾക്ക് ഇഷ്ടാവില്ലല്ലോ. ചില ആൾക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള വേറൊരു ആക്ടറിന് ഇഷ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ആ സിനിമേനെ അതിൻ്റെ ഫേവറേറ്റായ ആക്ടർ അഭിനയിച്ചുള്ള സിനിമ രീതിയിലാവും ചില ഒരുപക്ഷെ സിനിമ ഇഷ്ടപ്പെട്ടുണ്ടാവുക. ഇപ്പോൾ രജനീകാന്തിൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ പടങ്ങൾ എന്ത് കോപ്പറായി കാണിച്ചാലും ചിലപ്പോൾ കാണാൻ ആളുകളുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റേ തെലുങ്ക് പടങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ വേണ്ട ആര്യയുടെ മൂവീസ് നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊന്നും തീരെ പിടിക്കാത്ത രീതിയിലായിരിക്കും ആ സിനിമ അവൻ്റെ അഭിനയം ഉണ്ടാവും. പക്ഷെ എന്നാലും അത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടീംസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സമയം വെച്ചാൽ നമ്മൾ ബബ്ബ എന്നുള്ള മൂവി മഹാമോശമാണ് നമ്മൾ പറയുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൻ്റെ മൂപ്പരുമായി ബന്ധപ്പെട്ട കുറേ ന്യൂസിൻ്റെ ഒരു മീഡിയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണോ സംശയിക്കേണ്ടിയിരിക്കുന്ന കേസ്.